കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച ഭൂട്ടാൻ ആഡംബര വാഹന കേസ് മലയാള സിനിമയിലെ നടൻ അമിത് ചക്കാലക്കലിന്റെ പേരും ഉൾപ്പെട്ടതോടെ വലിയ വിവാദമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷമായി ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തുന്ന ശക്തമായ സംഘങ്ങൾക്കെതിരെ കസ്റ്റംസ് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വാഹനങ്ങളുടെ വിലക്കുറവാണ് ഇവ കടത്തുന്ന സംഘങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടാക്കുന്നത്. ഭൂട്ടാനിൽ നിന്ന് കടത്തിയതായി സംശയിക്കുന്ന 8ഓളം വാഹനങ്ങൾ അമിത്തിന്റെ കൊച്ചിയിലെ ഗ്യാരേജിൽ നിന്നും പിടിച്ചെടുത്തത് അന്വേഷണത്തിന് പുതിയൊരു വഴിത്തിരിവ് തന്നെയായി മാറിയിരിക്കുകയാണ്. ഇവയിൽ 2 മാത്രമാണ് തന്റേതെന്ന് നടൻ അവകാശപ്പെട്ടാലും ബാക്കി വാഹനങ്ങൾ തന്റെ ഗ്യാരേജിൽ മോഡിഫൈ ചെയ്യാനായി കൊണ്ടുവന്നവയാണെന്ന് പറയുന്നത് അന്വേഷണ സംഘത്തെ പൂർണ്ണമായി അങ്ങ് തൃപ്തിപ്പെടുത്തിയിട്ടില്ല. കാരണം വാഹനത്തിൽ ചിലത് മറ്റ് സംസ്ഥാനങ്ങളിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ അവയ്ക്ക് റീ രജിസ്ട്രേഷൻ നടപടികൾക്ക് എത്തിയിട്ടില്ലെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു വിവരവും ലഭിക്കുന്നത്. കസ്റ്റംസ് അന്വേഷണത്തിന്റെ കേന്ദ്രത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് നടന്റെ യാത്രകളാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അമിത് പലതവണയായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ടെന്നുള്ള രേഖകൾ സൂചിപ്പിക്കുകയാണ്. ഔദ്യോഗികമായി ഇവ വ്യക്തിപരമായ യാത്രകളായിരുന്നുവെന്ന് നടൻ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതൊരു സംശയമായി തോന്നുകയാണിപ്പോൾ. കാരണം കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചിരുന്ന വാഹനക്കടത്ത് സംഘത്തിലെ പ്രധാന ചില അംഗങ്ങളുമായി അമിത്തിന് ബന്ധമുണ്ടായിരുന്നുവെന്ന സൂചനകളാണ് അന്വേഷണത്തിനിടയിൽ ലഭിച്ചിരിക്കുന്നത്. ഇത്തരം യാത്രകൾ വെറും വിനോദയാത്രകളല്ല, മറിച്ച് വാഹനക്കടത്തിലെ ഇടപാടുകൾ ഏകോപിപ്പിക്കുന്നതിനായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ ശക്തമായി തോന്നുകയും ചെയ്യുന്നത്.